ഹലോ ഓൾ, ട്രിപ്പോർട്ട് സിവിൽ ഡ്രൈവേഴ്സിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ എഞ്ചിനീയറിംഗ് PSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ സഹായിക്കുന്ന വാട്സപ്പ് സ്റ്റഡി ഗ്രൂപ്പാണ് ട്രിപ്പോർട്ട് സിവിൽ ഡ്രൈവേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. സർവേയിങ്ങിലെ കർവ്സ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കർവ്സ് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യാറ്? റോഡ്സിൽ, റെയിൽവേസിൽ, അതുപോലെ കനാൽസിലൊക്കെ ഒരു ഗ്രാജുവൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ളതിനെ ഹൊറിസോണ്ടൽ കർവ് എന്ന് പറയും, വെർട്ടിക്കൽ പ്ലെയിനിലുള്ളതിനെ വെർട്ടിക്കൽ കർവ് എന്ന് പറയും. സർക്കുലർ അല്ലെങ്കിൽ പാരാബോളിക് ആയിരിക്കും കർവിൻ്റെ ഒരു ഷേപ്പ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കർവ്സ് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ കർവ്, സെക്കൻഡ് വൺ കോമ്പൗണ്ട് കർവ്, തേർഡ് വൺ റിവേഴ്സ് ഓർ സെർപ്പന്റൈൻ കർവ്, ഫോർത്ത് വൺ ഡീവിയേഷൻ കർവ്. ഇങ്ങനെ 4 എണ്ണമാണ് കർവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ കർവ്. അപ്പോൾ ഈ പിക്ചറിലേക്ക് നോക്കാം. എന്താ കാണുന്നത്? ഒരു സിംഗിൾ ആർക്ക് ഓഫ് എ സർക്കിളാണ് രണ്ട് സ്ട്രേറ്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ളത്. സ്ട്രേറ്റ്സ് എന്താണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ടെർമിനോളജിയിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ കർവ് എന്ന് പറയുന്നത് T1 T2 അതാണ് ഇവിടുത്തെ കർവ്. T1O എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റേഡിയസ്. ഇതേ റേഡിയസ് തന്നെയായിരിക്കും ഈ കർവിൽ ത്രൂ ഔട്ട് വരുന്നത്. സെയിം റേഡിയസ് തന്നെയാണ് ത്രൂ ഔട്ട് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ കർവിനെ കുറിച്ച് പറയാം. അപ്പോൾ നെക്സ്റ്റ് കോമ്പൗണ്ട് കർവിനെ കുറിച്ച് പറയാം. 2 or more സിമ്പിൾ കർവ്സ് ചേർന്നതാണ് കോമ്പൗണ്ട് കർവ്. പിക്ചറിലേക്ക് നോക്കാം. ഇവിടെ ഡിഫറെൻറ്റ് റേഡിയസ് ആണ്, പക്ഷേ ബെൻഡിങ് എല്ലാം സെയിം ഡയറക്ഷനിലാണ്. അതുപോലെ ഒരു കോമൺ ടാൻജൻറ്റിൻ്റെ സെയിം സൈഡിൽ തന്നെയാണ് കർവ് വരുന്നത്. അതായത് MN എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോമൺ ടാൻജൻറ്റ്. അതിൻ്റെ താഴെ മാത്രമാണ്. അപ്പോൾ സെയിം സൈഡിൽ തന്നെയാണ് കർവ് വരുന്നത്. പക്ഷേ റേഡിയസ് ഡിഫറെൻ്റ് ആണ്. 2 കർവ് ഉണ്ട് ഇവിടെ, അതിൻ്റെ രണ്ടിൻ്റെയും റേഡിയസ് ഡിഫറെൻ്റ് ആണ്. സെൻറ്റേഴ്സ് സെയിം സൈഡിൽ തന്നെയാണ്. ഇവിടെ T1P T2 എന്നതാണ് ഇവിടുത്തെ കർവ്. T1O1 PO2 ആണ് ഇവിടുത്തെ റേഡിയസ് വരുന്നത്. അപ്പോൾ റേഡിയസ് ഇവിടെ ഡിഫറെൻറ്റ്, T1O1 PO2. പക്ഷേ ഇത് MN എന്നുള്ള കോമൺ ടാൻജൻറ്റിൻ്റെ താഴെയാണ് കിടക്കുന്നത്. കർവിൻ്റെ ആ ഒരു ബെൻഡിങ്ങും സെയിം ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോമ്പൗണ്ട് കർവ് എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് റിവേഴ്സ് ഓർ സെർപ്പന്റൈൻ കർവ്. അപ്പോൾ ഇവിടെ പിക്ചറിലേക്ക് നോക്കുക. MN എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോമൺ ടാൻജൻറ്റ്. 2 arcs having equal or different radii bending in opposite directions with a common tangent at their junction. അപ്പോൾ ഈ കർവിൻ്റെ ജംഗ്ഷനിലുള്ള ടാൻജൻറ്റ് എന്ന് പറയുന്നത് MN ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് ഇവിടെ ബെൻഡിങ് വരുന്നത്. ആ ആർക്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കാം, ഈക്വൽ ആയിരിക്കാം, ഡിഫറെൻ്റ് ആയിരിക്കാം. അതെങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ MN എന്നുള്ള ടാൻജൻറ്റിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇവിടെ കർവ് വരുന്നത്. ബെൻഡിങ്ങും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സെൻറ്ററുകൾ ഏതാണ്? O1 O2 ആണ്. അത് എന്താണ് കർവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലാണുള്ളത്. പിന്നെ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് T1O1 അതുപോലെ PO2 ആണ് വരിക. ഇവിടെ കർവ് എന്ന് പറയുന്നത് T1P T2 റിവേഴ്സ് കർവ് ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റിവേഴ്സ് കർവ് എന്ന് പറയുന്നത് T1P T2 ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റേഡിയസ് വരുന്നത് T1O1 PO2. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രേറ്റ്സ് ആർക്ക് പാരലൽ ആകുമ്പോൾ അല്ലെങ്കിൽ വളരെ ചെറിയ ആംഗിളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഈ റിവേഴ്സ് കർവ് യൂസ് ചെയ്യുന്നത്. റെയിൽവേ സൈഡിങ്സിൽ ഇത് കൊടുക്കാറുണ്ട്. അതുപോലെ ലോ സ്പീഡ്സ് ആവശ്യമുള്ള റെയിൽവേ ട്രാക്സിലും റോഡ്സിലും നമ്മളിത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഹൈ സ്പീഡ് ആവശ്യമായിട്ടുള്ള റെയിൽവേ ലൈൻസിലും ഹൈവേസിലും ഇത് അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ ലാസ്റ്റ് വണ്ണാണ് ഡീവിയേഷൻ കർവ്. ക്ലാസിഫിക്കേഷൻ ലാസ്റ്റ് വണ്ണാണ്. അപ്പോൾ ഡീവിയേഷൻ കർവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റിവേഴ്സ് കർവിൻ്റെ ഒരു കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ഓഫ് 2 റിവേഴ്സ് കർവ്സ്. ഇത് യൂസ് ചെയ്യുന്നത് when it becomes necessary to deviate from a given straight path in order to avoid intervening obstructions such as a bend of a river, building, etc. അപ്പോൾ ഒരു നമുക്ക് അതിൻ്റെ പേരിൽ തന്നെ മനസ്സിലാവും. ഇത് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു സ്ട്രേറ്റ് പാത്തിനെ ഡീവിയേറ്റ് ചെയ്യാൻ. എന്തിനൊക്കെയാണ്? ഒരു ബെൻഡ് ഓഫ് റിവർ, ബിൽഡിങ്, അതിൻ്റെയൊക്കെ ആ ഒരു ഒബ്സ്ട്രക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ കർവ് എന്ന് പറയുന്നത് T1 ED F T2 ആണ്. ഇവിടുത്തെ റേഡിയസ് വരുന്നത് T1O EO1 FO2. ഇതൊക്കെയാണ് ഇവിടുത്തെ റേഡിയസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ടെർമിനോളജി ഡിസ്കസ് ചെയ്യാം. കർവ്സിൽ ഒരുപാട് ടേംസ് വരുന്നുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണാണ് ടാൻജൻസ് ഓർ സ്ട്രേറ്റ്സ്. അതായത് 2 സ്ട്രേറ്റ് ലൈൻസ് ആണ്
എ ബിയും ബി സിയും. ഇത് എന്താണ്? കണക്റ്റഡ് ബൈ ദി കർവ്. അതിനെയാണ് നമ്മൾ ടാൻജൻസ് അല്ലെങ്കിൽ സ്ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 straight lines എ ബി ആൻഡ് ബി സി വിച്ച് ആർ കണക്റ്റഡ് ബൈ ദി കർവ്, ദീസ് ആർ കോൾഡ് ടാൻജൻസ് ഓർ സ്ട്രേറ്റ്സ്. അതിൽ എ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടാൻജൻറ്റ് ഓർ റിയർ ടാൻജൻ്റ് ആണ്. ബി സി എന്ന് പറയുന്നത് സെക്കൻഡ് ടാൻജൻറ്റ് ഓർ ഫോർവേഡ് ടാൻജൻറ്റ്. ഇനി ഇതിൻ്റെ ആ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർസെക്ഷൻ പോയിൻ്റ് അല്ലെങ്കിൽ വേർട്ടെക്സ്. ബി എന്ന് പറയുന്നതാണ് ഇവിടെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്. ദ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ 2 straights, അതാണ് ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്. നെക്സ്റ്റ് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ റൈറ്റ് ഹാൻഡഡ് കർവ്, അതായത് കർവ് ഡിഫ്ലെക്സ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദി പ്രോഗ്രസ് ഓഫ് സർവേ ആണെങ്കിൽ റൈറ്റ് ഹാൻഡഡ് കർവും, ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് കർവും. നെക്സ്റ്റ് വൺ ടാൻജൻറ്റ് പോയിൻറ്റ്സ്, അതായത് the points at which the curve touches the tangents are called tangent points. അതാണ് ഇവിടെ കർവ് ടച്ച് ചെയ്യുന്ന ആ പോയിൻറ്റ്സിനെയാണ് ടാൻജൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. T1 എന്ന് പറയുന്നത് ബിഗിനിങ്ങിലാണ് ടാൻജൻറ്റ് കർവ് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് കർവ് എന്നാണ് അതിനെ പറയുക. എൻഡ് എന്താണ്? T2 ആണ്. കർവിൻ്റെ എൻഡ് എന്ന് പറയുന്നത് T2 ആണ്. കർവ് ടാൻജൻറ്റ് പോയിൻ്റ് ഓർ പോയിൻ്റ് ഓഫ് ടാൻജൻസി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ബിഗിനിങ്ങിലുള്ളത് ടാൻജൻറ്റ് കർവ് പോയിൻ്റ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് കർവും, എൻഡിലുള്ളത് കർവ് ടാൻജൻറ്റ് പോയിൻ്റ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ടാൻജൻസി. നെക്സ്റ്റ് നമുക്ക് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ എന്താണെന്ന് നോക്കാം. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടാൻജൻറ്റ് ലൈൻസ് എ ബി ആൻഡ് ബി സി ഈസ് കോൾഡ് ദ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ആംഗിൾ എ ബി സി എന്നുള്ളതാണ് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ. അതിനെ നമ്മൾ ഐ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എ ബി ബി സി എന്നുള്ളതാണ് ടാൻജൻറ്റ് ലൈൻസ്. അതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഐ അഥവാ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ. നെക്സ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ, ആംഗിൾ ബൈ വിച്ച് ദ ഫോർവേഡ് ടാൻജൻറ്റ് ഡിഫ്ലക്ട്സ് ഫ്രം ദ റിയർ ടാൻജൻറ്റ്, അതാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഫൈ എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേമാണ് ടാൻജൻറ്റ് ലെങ്ത്ത്. ഈ പിക്ചറിലെ BT1 BT2 എന്നുള്ളതാണ് ടാൻജൻറ്റ് ലെങ്ത്ത്. അതായത് കർവിൻ്റെ ആ ടാൻജൻറ്റ് പോയിൻറ്റും ഇൻ്റർസെക്ഷൻ പോയിൻറ്റും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് ടാൻജൻറ്റ് ലെങ്ത്ത്. അപ്പോൾ ഇവിടെ BT1ഉം BT2 ആണ് ടാൻജൻറ്റ് ലെങ്ത്ത്. നെക്സ്റ്റ് ടേമാണ് ലോങ് കോഡ്. T1 T2 എന്നുള്ള സ്ട്രെയിറ്റ് ലൈനാണ് ലോങ് കോഡ്. അതായത് ദ ലൈൻ ജോയിനിങ് ദ 2 ടാൻജൻറ്റ് പോയിൻറ്റ്സ് T1 ആൻഡ് T2 ഇസ് നോൺ ആസ് ലോങ് കോഡ്. നെക്സ്റ്റ് ടേമാണ് ലെങ്ത് ഓഫ് കർവ്. അതായത് ആർക്ക് T1 F T2 അതിനെയാണ് ലെങ്ത് ഓഫ് കർവ് എന്ന് പറയുന്നത്. ഈ കർവിൻ്റെ മിഡ് പോയിൻ്റ് എഫിനെ നമ്മൾ സമ്മിറ്റ് ഓർ എപ്പെക്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടേം എപ്പെക്സ് ഡിസ്റ്റൻസ് BF. ആ ഇൻ്റർസെക്ഷൻ പോയിൻ്റിൽ നിന്ന് കർവിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എപ്പെക്സ് ഡിസ്റ്റൻസ്. നെക്സ്റ്റ് വേഴ്സ്ഡ് സൈൻ ഓഫ് ദി കർവ്, EF എന്നുള്ളതാണ് വേഴ്സ്ഡ് സൈൻ ഓഫ് കർവ്. The distance between the apex of the curve and the midpoint of long chord EF is called the versed sine of curve. Next, angle T1 or T2, അതാണ് central angle. The deflection angle-ന് equal ആയിരിക്കും. The angle subtended at the center of the curve by the arc T1F T2 is known as central angle. Next, നമുക്ക് elements of curve discuss ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ പ്ലസ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് I + phi ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 180 - I is equal to 5 എന്ന് കിട്ടും. അത് തന്നെയാണ് ആംഗിൾ T1 or T2. T1 or T2 എന്നുള്ളത് എന്താണ്? സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ആംഗിൾ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ടാൻജൻറ്റ് ലെങ്ത്ത് BT1 അത് അല്ലെങ്കിൽ BT1 ഈക്വൽ ടു BT2 ഈക്വൽ ടു OT1 tan 5/2 എന്ന് വരും. ആ ഒരു ട്രയാങ്കിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? R tan 5/2 എന്ന് കിട്ടും. ടാൻജൻറ്റ് ലെങ്ത് ഈക്വൽ ടു R tan 5/2 എന്ന് കിട്ടും. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ലോങ് കോഡ്, അത് T1 T2 ആണ്. അതിനെ നമ്മൾ 2T1 എന്ന് എഴുതി 2 × OT1 sin 5/2 എന്ന് വരും. അപ്പോൾ 2R sin 5/2 എന്ന് കിട്ടും. നെക്സ്റ്റ് ലെങ്ത് ഓഫ് ദി കർവ്, ലെങ്ത് ഓഫ് ദി ആർക്ക് T1 F T2 ആണ്. അതിന് നമുക്ക് R5 എന്ന് എഴുതാം റേഡിയൻസിൽ. π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. πR5/180 ഡിഗ്രി. നെക്സ്റ്റ് അപ്പെക്സ് ഡിസ്റ്റൻസ് BF ആണ്. BF is equal to BO - OF. അതായത് R sec 5/2 - R. R കോമൺ ആണ്, പുറത്തേക്ക് എടുക്കുക. R × sec 5/2 - 1 എന്ന് കിട്ടും. അപ്പെക്സ് ഡിസ്റ്റൻസ് ഈക്വൽ ടു R × sec 5/2 - 1. ലാസ്റ്റ് വൺ ആണ് വേഴ്സ്ഡ് സൈൻ ഓഫ് ദി കർവ്.
ഇ എഫ് ഇസ് ഈക്വൽ ടു ഒ എഫ് മൈനസ് ഒ ഇ എന്ന് വരും. ആർ മൈനസ് ആർ കോസ് 5/2 എന്ന് വരും. ആർ ഇൻറ്റു 1 മൈനസ് കോസ് 5/2, അത് മൈനസ് ആണ് കേട്ടോ, ഈക്വൽ ടു അല്ല. ആർ ഇൻറ്റു 1 മൈനസ് കോസ് 5/2 എന്ന് വരും. ആർ വേഴ്സ് സൈൻ 5/2 എന്നാണ് കിട്ടുക. അപ്പോൾ ലാസ്റ്റ് വൺ വേഴ്സ്ഡ് സൈൻ ഓഫ് ദി കർവ് എന്നുള്ളത് ആർ ഇൻറ്റു 1 മൈനസ് കോസ് 5/2. അടുത്തതായിട്ട് നമുക്ക് ഡെസിഗ്നേഷൻ ഓഫ് കർവ്സ് നോക്കാം. രണ്ട് തരത്തിലാണ് ഡെസിഗ്നേഷൻ ചെയ്യുക. എയ്തർ ബൈ ദ റേഡിയസ് ഓർ ബൈ ദി ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ബൈ എ കോഡ് ഓഫ് പെർട്ടിക്കുലർ ലെങ്ത്. അപ്പോൾ ഒന്നുകിൽ റേഡിയസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ബൈ എ കോഡ് ഓഫ് പെർട്ടിക്കുലർ ലെങ്ത്. ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്നത് എ കർവ് ഇസ് ഡെസിഗ്നേറ്റഡ് ബൈ ദ ആംഗിൾ, അത് ഡിഗ്രീസിലായിരിക്കും. ദാറ്റ് ഇസ് സബ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ബൈ എ കോഡ് ഓഫ് 30 മീറ്റേഴ്സ് ലെങ്ത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റേഡിയസ് അല്ല എടുക്കുന്നത്, ആംഗിൾ സബ്റ്റൻഡഡ്, ആ ഒരു മെത്തേഡാണ് ഇന്ത്യയിൽ എടുക്കുന്നത്. 100 ഫീറ്റ് ലെങ്ത് അല്ലെങ്കിൽ 30 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കോഡിൻ്റെ സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ, അങ്ങനെയാണ് എടുക്കുന്നത്. ഈ ആംഗിളിനെ നമ്മൾ ഡിഗ്രി ഓഫ് ദ കർവ് എന്ന് പറയും. ഡി എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മെട്രിക് സിസ്റ്റം. ഈ പിക്ചറിൽ നോക്കാം. ഇതിൽ ആർ എന്നുള്ളത് റേഡിയസ് ഓഫ് ദി കർവ് ഇൻ മീറ്റേഴ്സ്, ഡി എന്നുള്ളത് ഡിഗ്രി ഓഫ് ദി കർവ്, എം എൻ എന്ന് പറയുന്നത് കോഡാണ് 30 മീറ്റർ ലോങ് ഉള്ളത്, പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ഓഫ് ദി കോഡ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആർ ഇസ് ഈക്വൽ ടു 1719/d. ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. ഇനി ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് കോഡ് ഇസ് ഈക്വൽ ടു 100 ലിങ്ക്സ്. ഇന്ത്യൻ റെയിൽവേസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആർ ഇസ് ഈക്വൽ ടു 5729.6/d എന്നാണ് ഇക്വേഷൻ. നെക്സ്റ്റ് നമുക്ക് കർവ് റേഞ്ചിങ്ങിൻ്റെ മെത്തേഡ്സ് നോക്കാം. ഫസ്റ്റ് മെത്തേഡാണ് ബൈ ലീനിയർ മെത്തേഡ്സ്. ചെയിനും ടേപ്പും യൂസ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡാണ് ലീനിയർ മെത്തേഡ്. സെക്കൻഡ് വൺ ആംഗുലർ ഓർ ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സ്. എ തിയോഡലൈറ്റ് വിത്ത് ഓർ വിത്തൗട്ട് എ ചെയിൻ ഈസ് യൂസ്ഡ്. തിയോഡലൈറ്റ് ഉണ്ടായിരിക്കും, ചെയിൻ ചിലപ്പോൾ യൂസ് ചെയ്യും, ചിലപ്പോൾ യൂസ് ചെയ്യില്ല, അങ്ങനെ. ഇനി ലീനിയർ മെത്തേഡിൻ്റെ 4 സബ് മെത്തേഡ്സ് ആണ്. ബൈ ഓഫ്സെറ്റ്സ് ഓർ കോർഡിനേറ്റ്സ് ഫ്രം ലോങ് കോഡ്, ബൈ സക്സസീവ് ബൈസെക്ഷൻ ഓഫ് ആർക്ക്, ബൈ ഓഫ്സെറ്റ്സ് ഫ്രം ടാൻജൻസ്, ആൻഡ് ലാസ്റ്റ് വൺ ബൈ ഓഫ്സെറ്റ്സ് ഫ്രം കോഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഇനി ആംഗുലർ മെത്തേഡിൻ്റെ 2 സബ് മെത്തേഡ്സ് ആണ്. റാങ്കിൻസ് മെത്തേഡ് ഓഫ് ടാൻജൻഷ്യൽ ആംഗിൾ, അതുപോലെ 2 തിയോഡലൈറ്റ് മെത്തേഡ്. റാങ്കിൻസ് മെത്തേഡിനെ നമ്മൾ 1 തിയോഡലൈറ്റ് മെത്തേഡ് എന്നും പറയും. അപ്പോൾ 1 തിയോഡലൈറ്റ് മെത്തേഡ് ആൻഡ് 2 തിയോഡലൈറ്റ് മെത്തേഡ്. നോർമൽ കോഡ് എന്ന് പറയുന്നത് 20 മീറ്റർ കോഡാണ്. ഇനിയിപ്പോൾ ലെസ് ദാൻ 20 മീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ സബ് കോഡ് എന്ന് പറയും. ഈ സബ് കോഡ് തന്നെ ലെസ് ദാൻ 1 മീറ്റർ ആണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് ട്രാൻസിഷൻ കർവ്സ് നോക്കാം. എ നോൺ സർക്കുലർ കർവ് ഓഫ് വാരിയിങ് റേഡിയസ് introduced between a straight and a circular curve for the purpose of giving easy changes of direction of a route is called transition or easement curve. ഇതാണ് ട്രാൻസിഷൻ ഓർ ഈസ്മെന്റ് കർവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈപ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ക്യൂബിക് പാരാബോള, സെക്കൻഡ് വൺ ക്യൂബിക് സ്പൈറൽ, ലാസ്റ്റ് വൺ ലെംനിസ്കേറ്റ്. ഇതിൽ ക്യൂബിക് പാരാബോളയും ക്യൂബിക് സ്പൈറലും നമ്മൾ റെയിൽവേസിലും ഹൈവേസിലും യൂസ് ചെയ്യും. ലെംനിസ്കേറ്റ് യൂസ് ചെയ്യുന്നത് ഹൈവേസിൽ മാത്രമാണ്. കർവ്സിലെ ലാസ്റ്റ് ടോപ്പിക് നോക്കാം, വെർട്ടിക്കൽ കർവ്സ്. അതിൽ ആദ്യത്തെയാണ് സമ്മിറ്റ്, രണ്ടാമത്തെ വാലി കർവ്സ്. ഇങ്ങനെ 2 ടൈപ്പാണുള്ളത്. സമ്മിറ്റ് എന്താണെന്ന് നമുക്കറിയാം. കർവ്സ് ഹാവിങ് കോൺവെക്സിറ്റി അപ്വേർഡ്, പോസിറ്റീവ് ഗ്രേഡിയൻറ്റ് ഫോളോഡ് ബൈ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ്, നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഫോളോഡ് ബൈ സ്റ്റീപ്പർ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ്. വാലി കർവ്സിൽ അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഫോളോഡ് ബൈ പോസിറ്റീവ് ഗ്രേഡിയൻറ്റ് ആൻഡ് പോസിറ്റീവ് ഗ്രേഡിയൻറ്റ് ഫോളോഡ് ബൈ സ്റ്റീപ്പർ പോസിറ്റീവ് ഗ്രേഡിയൻറ്റ്. ഇത്രയാണ് കർവ്സ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ട്രിപ്പോർട്ട് സിവിൽ ഡ്രൈവേഴ്സിൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് കൂടുതൽ അറിയണം എന്ന ആഗ്രഹമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഏതിലേലും ഒന്നിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ സബ്ജക്റ്റ് ഡീറ്റെയിൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 23 സബ്ജക്ട്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആഗ്രഹമുള്ളവർ ഈ നമ്പറിൽ ഏതിലേലും ഒന്നിൽ കോൺടാക്റ്റ് ചെയ്യുക. വേറൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.